വെൽക്കം ബാക്ക്. സിദ്ദീഖ് തനിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ AMMയിലെ തന്റെ സുപ്രധാനമായ സ്ഥാനം രാജിവെച്ച് ധീരത കാട്ടിയ സിദ്ദീഖ് നടിയുടെ പരാതിയിൽ കാമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം ശക്തമാക്കുകയും അതുപോലെ തെളിവുകളെല്ലാം സിദ്ദീഖിനെതിരാണ് എന്ന് മനസ്സിലാക്കിയ സിദ്ദീഖ് മുൻകൂർ ജാമ്യവുമായി കോടതിയെ സമീപിക്കുന്നു. കോടതി ജാമ്യാപേക്ഷ തള്ളുന്നു. പോലീസിന്റെ മൂക്കിന് കീഴിൽ നിന്നും നിഷ്പ്രയാസം ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായി സിദ്ദീഖ് രക്ഷപ്പെടുന്നു. ജാമ്യാപേക്ഷ തള്ളിയാൽ സിദ്ദീഖ് രക്ഷപ്പെടുമെന്ന് പോലും മുൻകൂട്ടി കാണുവാനുള്ള ദീർഘവീക്ഷണം കേരള പോലീസ് സേനയ്ക്ക് ഇല്ലാതെ പോയി. നമുക്കറിയാം, പോലീസ് സേനയിലെ ഉന്നതർക്കെതിരെ പോലും പീഡനാരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യങ്ങളാണ്. പീഡനത്തിനിരയായ വീട്ടമ്മമാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ അവരെ പോലും പീഡിപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന കേരള പോലീസിനെ ഉന്നതർ. അപ്പോൾ അവരൊരു കാര്യം ഓർക്കണം, അവരെന്നും തൊപ്പിയൊന്നും തലയിലുണ്ടാകണമെന്നില്ല. പരാതിയുമായി വന്ന വീട്ടമ്മമാരുടെ ഭർത്താവായാലും അതുപോലെ മക്കളായാലും സഹോദരങ്ങളായാലും വീട്ടമ്മമാർ തന്നെ നിങ്ങൾ തൊപ്പിയേക്കില്ലാത്ത സമയം നിങ്ങളെ ചൂലെടുത്തടിക്കാനുള്ള സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെയുള്ള പോലീസ് സേനയാണ് ഇപ്പോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ രക്ഷപ്പെടാൻ സഹായിച്ചിരിക്കുന്നത്. സാധാരണക്കാരാണെങ്കിൽ അവൻ്റെ അച്ഛൻ മരിച്ചോ പെങ്ങളുടെ കല്യാണമാണോ എന്ന് പോലും നോക്കാതെ അവരെ അറസ്റ്റ് ചെയ്യുന്ന പോലീസാണ് ഇതുപോലൊരു കൊടും ക്രിമിനൽ എന്ന് വരെ പറയാം. ഇപ്പം നടിയുടെ പീഡനാരോപണം വരുന്നു, ജാമ്യാപേക്ഷ തള്ളുന്നു. അടുത്ത ജാമ്യാപേക്ഷവുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ അടുത്ത ജാമ്യാപേക്ഷ ഇന്ന് വിധി വരും, അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പം ജാമ്യാപേക്ഷയിൽ വിധി അനുകൂലമാണെങ്കിൽ പോലീസ് കീഴടങ്ങാതെ തന്നെ സുഗമമായി പുറത്ത് വരസാം എന്നുള്ളതാണ് സിദ്ദീഖിന്റെ ഒരു ധാരണ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തസ്സായി തന്നെ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നതാണ് ജയിൽ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഗാന്ധിജി ഉൾപ്പെടെ മഹാന്മാർ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഗാന്ധിജി ഒരിക്കലും സ്ത്രീപീഡന കേസുകളിലല്ല അകത്ത് കിടന്നിട്ടുള്ളത്. അപ്പോൾ പുറത്ത് നടക്കുന്നത് മറ്റുള്ള നടിമാർക്കായാലും സ്ത്രീകൾക്ക് കൂടി സുഖമായി പുറത്ത് കഴിയണമെങ്കിൽ ഇവരെ പോലുള്ളവരൊക്കെ അകത്ത് കിടക്കുന്നതാണ് നല്ലത്. പലതരം പൊതുപരിപാടികളായ തന്നെ അമ്മയുടെ തന്നെ പല പൊതുപരിപാടികളിലും സിദ്ദീഖിന്റെ കൈ എപ്പോഴും നടിമാരുടെ തോളത്തും അല്ലെങ്കിൽ കവളത്തുമൊക്കെയാണ്. അത് ക്യാമറ കണ്ണുകൾ ഉള്ളപ്പോൾ തന്നെ ആയാലും. സിദ്ദീഖിന്റെ മകൻ വക്കീലാണ്, അതുപോലെ തന്നെ മികച്ചൊരു വക്കീലിനെ കൊണ്ട് തന്നെയാണ് കേസ് മറ്റു കാര്യങ്ങളുമായി സിദ്ദീഖ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമ്മയിലെ സ്ഥാനം രാജിവെച്ചതുപോലെ പോലീസിൽ കീഴടങ്ങാൻ അദ്ദേഹത്തിന് മടിയാണ്. നമുക്കറിയാം, മുകേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. കേസിൽ നിന്നും എങ്ങനെ നിഷ്പ്രയാസം രക്ഷപ്പെടാം എന്ന് ഉള്ള ചർച്ചയിലായിരിക്കണം സിദ്ദീഖ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അതിനുള്ള വഴിയൊരുക്കിയതും പോലീസ് തന്നെയാണ്. അവരുടെ കാര്യക്ഷമമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരാളെ സുഗമമായി തന്നെ പട്ടാപ്പകൽ രക്ഷപ്പെടാൻ സഹായിച്ചിരിക്കുന്നത്. സിദ്ദീഖിനെ പോലെ തന്നെ ഇത്ര ഫേമസ് ആയ ഒരാൾ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, പോലീസിന് ഒരാളെ പിടിക്കണമെങ്കിൽ ഇന്ന് ക്യാമറ കണ്ണുകളിൽ പെടണം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തെ പിടിക്കാൻ കഴിയുകയുള്ളൂ. സിദ്ദീഖിനെ പോലെ ഒരാൾ രാഷ്ട്രീയത്തിലൊക്കെ ശക്തമായി പിടിപാടുള്ള ആളാണ്. സുഗമമായി രക്ഷപ്പെടാൻ പുറത്തു നിൽക്കുന്ന സമയം കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഉന്നതങ്ങളിലുള്ള ആൾക്കാർക്കെതിരെ ഒരു പരാതി വരുമ്പോൾ അവരെ പിടിക്കാൻ പോലും പോലീസ് സേനയ്ക്ക് കഴിയുന്നില്ല. സാധാരണക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ തൂക്കിയെടുത്ത് അകത്തിരുന്ന പോലീസാണ് ഇതുപോലുള്ള ഉന്നതരായ ക്രിമിനലുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുകയും കേസുകളായി മാറുകയും ചെയ്യുമ്പോൾ അവരെ രക്ഷപ്പെടാൻ സഹായിച്ച് പൊതുസ്ഥലത്ത് വിലസുവാൻ സഹായിക്കുന്നത്. അറിയാം, പല പൊതുപരിപാടികളിലും മറ്റ് പ്രമുഖ നടന്മാർ അംഗങ്ങൾ കാണിക്കുമ്പോൾ സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ തോളത്തോട് ചരിഞ്ഞു കിടന്ന് ഘോഷിക്കുന്നതും ഇത്തരം പൊതുപരിപാടികളിൽ പോലും ഇത്തരം ആഭാവസ്ഥരം കാണിക്കുന്ന ഇവരെ പോലുള്ളവർ മറ്റുള്ളവരിലേക്ക് എന്ത് ഇൻഫർമേഷനാണ് പകർന്നു നൽകുന്നത്. അതുപോലെ കാശെറിഞ്ഞ് മികച്ച വക്കീലിനെ തന്നെ കേസ് ബാധിച്ച് രക്ഷപ്പെടാൻ വേണ്ടി സിദ്ദീഖ് ഏർപ്പാടാക്കിയിരിക്കുന്നു. അതായത് ആ നടിക്കപ്പോൾ എന്തുമാത്രം നീതിയാണ് അതിന് ലഭ്യമാക്കാൻ കഴിയുക. അതുപോലെ എല്ലാ തെളിവുകളും സിദ്ദീഖിനെതിരാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും പോലീസിനെയും കൊണ്ട് തെളിവുകളെല്ലാം ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതും സിദ്ദീഖിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായതിന് ലൈംഗിക ശേഷി പരിശോധനയിലേക്ക് പോലീസ് കടക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ചിലപ്പോൾ മറ്റ് ട്രീറ്റ്മെന്റുകളിലൂടെ ഈ പരിശോധനയിൽ നിന്ന് പോലും രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായി പോലും ആകാം അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. കേരളത്തിൽ തന്നെ ചിലപ്പോൾ എവിടെയെങ്കിലും താവളങ്ങളിലോ മറ്റോ സുഖവുമായി നടക്കുന്നതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സിദ്ദീഖ് ഒളിത്താവളത്തിൽ ഇരിക്കുന്നുണ്ടാവാം. ക്രിമിനലിന്റെ ഒരു മനോഭാവമാണ്. സമൂഹത്തിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ ഒരു കേസിൽ പോലീസിൽ ഹാജരാവാതെ നിഷ്പ്രയാസം രക്ഷപ്പെട്ടുകൊണ്ട് സമൂഹത്തിലൊരു മറ്റുള്ളവർക്ക് കൂടി എളുപ്പം ഇവിടെ നിന്നും ഇത്രയും ഫേമസ് ആയ ആളാണെങ്കിൽ കൂടി തന്നെ രക്ഷപ്പെടാമെന്ന് കൂടിയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കൊടും ക്രിമിനലിന്റെ മനോഭാവമാണ് ഇത്തരത്തിൽ നിഷ്പ്രയാസം പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട് ഒടുകിൽ കഴിയുക എന്നുള്ളത്. ജാമ്യഹർജി കോടതി തള്ളിയാൽ തന്നെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ. അതുകൊണ്ടാണ് ഇത്ര നിഷ്പ്രയാസം രക്ഷപ്പെടാൻ സാധിച്ചത്. അടുത്ത ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിന്റെ വിധിക്ക് വേണ്ടി കാക്കുകയായിരിക്കാം. അതിന്റെ വിധി പുറത്തു വന്നു കഴിയുമ്പോൾ ജാമ്യാപേക്ഷ തനിക്ക് അനുകൂലമാണെങ്കിൽ പുറത്തിറങ്ങുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ വിധിയില്ലെങ്കിൽ കൂടി ചിലപ്പോൾ പോലീസിൽ കീഴടങ്ങുവാനുള്ള സാധ്യതയും ഉണ്ട്. അതുവരെ ചിലപ്പോൾ ഒളിവിലിരിക്കാനായിരിക്കും പദ്ധതി. അപ്പോൾ ഇതുപോലുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് പോലീസിന്റെ കൈകളിലാകട്ടെ എന്ന്
പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും